ശബരിനാഥ് ഇപ്പോൾ എവിടെയാണ്? ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യവും അതാണ്. ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരാണ് പെട്ടുപോയത് ഈ ശബരിനാഥിന്റെ തട്ടിപ്പിൽ. ഒരുപാട് പേർക്ക് പണം നഷ്ടമായി. ഒന്നും രണ്ടുമല്ല, കോടികളുടെ തട്ടിപ്പാണ്. ആലോചിച്ച് നോക്കൂ, സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു ഈ 20 വയസ്സുകാരനായ ശബരിനാഥിൻ്റെത്. റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി, ഈ തട്ടിപ്പ് കഥയുടെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, നമ്മൾ പറയുകയായിരുന്നു ഒരുപാട് സാധാരണക്കാരാണ് പെടുന്നത്. ഈ സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു 20കാരനായ ശബരിനാഥിൻ്റെത്. പലപ്പോഴും പ്രേക്ഷകർ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ശബരിനാഥ് നടത്തിയ ആ ടോട്ടൽ ഫോർ യു തട്ടിപ്പെന്ന് നമുക്കറിയണം. റഹീസ്, ഇപ്പോൾ ശബരിനാഥ് എവിടെയാണെന്ന് അറിയണം. എത്രയോ പാവപ്പെട്ട മനുഷ്യർ പെട്ടുപോയ തട്ടിപ്പാണ്. ദുരിതത്തിലായ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മുൻപ്. അതിനെക്കുറിച്ചൊന്ന് ഒരിക്കൽ കൂടി പറയൂ റഹീസ്. റോഷിനി, എനിക്ക് ഇതിനകത്ത് പ്രായത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേസ് രേഖ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 20 വയസ്സാണ്. പക്ഷേ പോലീസിൻ്റെ കേസിലൊക്കെ നോക്കുമ്പോൾ 18 വയസ്സിൽ തട്ടിപ്പ് നടത്തി ഈ JR ശബരിനാഥ് എന്ന നെയ്യാറ്റിൻകര വെമ്പാക്കൽ താമസിക്കുന്ന ആ ചെറു പയ്യൻ 2008 18ാമത്തെ വയസ്സിൽ തട്ടിപ്പ് തുടങ്ങുന്നു. ആകെ തട്ടിപ്പ് നടത്തിയത് ഒരേ ഒരു വർഷമാണ്. അത് നേരത്തെ വോയിസ് ഓവറിൽ പറഞ്ഞതുപോലെ വെയ് രാജ വെയ്, 1 വെച്ചാൽ 1000, അല്ലെങ്കിൽ 1000 വെച്ചാൽ 10,000, 10,000 വെച്ചാൽ ലക്ഷം എന്ന രീതിയിലായിരുന്നു തട്ടിപ്പ്. ഒപ്പം നിക്ഷേപ കൊണ്ടുവരുന്ന ആളിന് 20% കമ്മീഷൻ. 1 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നവന് 20,000 രൂപ ആ സ്പോട്ടിൽ കിട്ടും. ആ രീതിയിലാണ് വളർന്നത്. നിഷ എന്നു പേരുള്ള ഒരു നിക്ഷേപകയാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. ആ പരാതിക്ക് പിന്നാലെ തന്നെ പല പരാതികൾ വന്നു. തിരുവനന്തപുരത്തിനടുത്തുള്ള നാഗർകോവിലിൽ ഒളിവിലേക്ക് പോയി. അവിടെ നിന്ന് പോലീസ് 2008 നാഗർകോവിൽ വെച്ച് പഠിച്ചു. നേരെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് കൊണ്ടുവന്നത്. 2009 ഒക്ടോബറിൽ കോടതി ജാമ്യം കൊടുത്തു. അന്നൊരൊറ്റ മുങ്ങലായിരുന്നു. പിന്നീട് 2014 പൊങ്ങിയത്. അതിനിടയിൽ വിദേശത്തേക്ക് കടക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ നോക്കി. പക്ഷേ പോലീസ് അതൊക്കെ കടക്കാതിരിക്കാനുള്ള പണിയൊക്കെ പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് ഞാൻ വേറൊരു സ്ഥലത്തുള്ളായിരുന്നു, ഹിമാലയത്തിൽ തപസ്സിരിക്കുകയായിരുന്നു എന്നാണ് തിരിച്ച് മുങ്ങിയപ്പോൾ പോലീസിനോട് പറഞ്ഞത്. 2016 തിരുവനന്തപുരത്ത് വിചാരണയൊക്കെ കഴിഞ്ഞ് ശിക്ഷ വിധിച്ചു. അന്ന് 13 കേസായിരുന്നു ഉണ്ടായിരുന്നത്. 13 കേസിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ 20 വർഷം തടവ്. പക്ഷെ അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് 2016 വെറും 4 വർഷമാണ് തടവ് ഈ 13 കേസായി കിട്ടിയത്. ഇതിൽ പോലീസിൻ്റെ രേഖകൾ പ്രകാരം 50 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്, രേഖകൾ പ്രകാരം. അതല്ലാതെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് DYSP ആയ മധുവാണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം പറയുന്നത് 200 കോടി രൂപയുടെ തട്ടിപ്പ് 12 മാസത്തിനിടയിൽ ശബരിനാഥ് നടത്തി. പക്ഷേ 50 കോടിയുടെ പരാതി മാത്രമേ വന്നിട്ടുള്ളൂ. പലതും കള്ളപ്പണം എന്ന രീതിയിലും മറ്റ് രേഖകളില്ലാത്ത പണം എന്ന തരത്തിലൊക്കെ വെച്ചതുകൊണ്ട് ആളുകൾ പരാതി പറഞ്ഞിട്ടില്ല. ഇതിൽ 8.32 കോടി രൂപ പിഴയും ഒപ്പം 4 വർഷം തടവുമായിരുന്നു. തടവിനിടയിൽ അദ്ദേഹം പരോളിൽ പുറത്തിറങ്ങിയ ശേഷം ഒരു ആൽബത്തിൽ, ജമ്പർ എന്നു പേരുള്ള ഒരു ആൽബത്തിൽ അഭിനയിച്ച് പാടിയിട്ടുണ്ട്. ഇതിനിടയിൽ സിനിമാ മേഖലയിൽ ഒന്ന് കൈവച്ച് നോക്കി. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പാളീസായി. ഏറ്റവും അവസാനം പോലീസ് രേഖകൾ പ്രകാരം 2022 ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയ ഒരാൾ 2022 വീണ്ടും 75 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിന് ഇടുക്കിയിലെ മുട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി എന്ന് പറയുന്നത് പാത്തുമുട്ടം സ്വദേശികളായ 10 യുവാക്കളാണ് പരാതി നൽകിയത്. അവരോട് തമിഴ്നാട്ടിൽ ഒരു ജ്യൂസ് ഫാക്ടറിയിലേക്ക് പണമിട്ടാൽ ഇരട്ടി ലാഭം കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ മലയാളിയുടെ ഒരു അവസ്ഥ അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസിൻ്റെ ഇതെന്താണ് ഇതിൻ്റെ ഒരു ഫയലെടുക്കാൻ പോലീസിനോട് സംസാരിച്ചപ്പോഴാണ് 200 കോടി തട്ടിപ്പ് നടത്തിയ, മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു വന്ന ഒരു വ്യക്തി ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയിട്ട് വീണ്ടും 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് മലയാളിയോട് മേടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം നമുക്ക് എന്താണ് പറയാൻ. ഇപ്പോൾ ഓരോ തട്ടിപ്പ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘടിതമായ ഏറ്റവും വലിയ തട്ടിപ്പ് ആട് തേക്ക് മാഞ്ചിയം 95-96 കാലത്ത് വന്നാണ്. അത് കഴിയുമ്പം നമ്മൾ ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കും, ഞാനും റോഷിനിയൊക്കെ വിചാരിക്കും ഈ വാർത്തയോടുകൂടി ഇനി കേരളത്തിൽ തട്ടിപ്പ് നിന്നെന്ന്. അടുത്ത തട്ടിപ്പ് വരും, അന്ന് നമ്മൾ ഇതുപോലെ ഫയൽ പറയാൻ
പാതി തട്ടിപ്പ് സ്കൂട്ടർ തട്ടിപ്പിൻ്റെ ഫയൽ പറയാനായിരിക്കും അന്ന് നമ്മൾ നിൽക്കുക. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. റഹീസ് റഷീദാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. ആലോചിച്ച് നോക്കൂ, സാമ്പത്തിക സാക്ഷരരാണെന്ന് പറയുമ്പോഴും മലയാളികൾ എങ്ങനെയാണ് ഇത്ര വേഗം പറ്റിക്കപ്പെടുന്നത്? നമ്മുടെ ഒരു പ്രേക്ഷകൻ തന്നെ ചോദിക്കുകയാണ്, അഹമ്മദ് കബീർ ചോദിക്കുന്നു, പെട്ടെന്ന് തുടർച്ചയായി ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ എങ്ങനെയാണ് മലയാളികൾക്ക് സാധിക്കുന്നത്? മലയാളികൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് അഹമ്മദ് കബീർ ചോദിക്കുകയാണ്. കബീർ, തുടർച്ചയായി സംഭവിച്ചിട്ടുള്ള കേരളത്തിലെ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കബീർ ചോദിച്ച ചോദ്യം അതേറെ പ്രധാനപ്പെട്ടതാണ്.